ഹലോ, എല്ലാവർക്കും സൈറാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലുള്ള ഈ ഒരു സ്വീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ എങ്ങനെയാ, നേരെ വീഡിയോയിലേക്കല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തരിയായിട്ടുള്ള പത്തിരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 കപ്പ് അളവിൽ ചോറ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുമ്പോൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി 1/2 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ള ശർക്കരയാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ചധികം അളവിൽ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ളളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ ഏലക്കയുടെ രുചി ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമുക്കിതൊന്നുകൂടെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു പിഞ്ചളവിൽ ഈസ്റ്റും അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് റൈസിൻസും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരണം. ആ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് വീണ്ടും 1/4 കപ്പ് അളവിൽ ശർക്കരപ്പാനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ശർക്കരയ്ക്ക് തീരെ മധുരം ഇല്ലാത്തതിനാലാണ് കേട്ടോ ഞാൻ വീണ്ടും ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരയ്ക്ക് നല്ല മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത സമയം ചേർത്ത് കൊടുത്തത് മതിയാകും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കാൻ ചേർത്തത് കൂടാതെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷമാണ് ഞാൻ ബാറ്റർ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിഷ് പാനിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂടി വെച്ച ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ ചിലപ്പോൾ ഓരോരുത്തരുടെ ആ ഒരു ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ വേവിൻ്റെ ആ ഒരു സമയത്തിന് വ്യത്യാസം വന്നേക്കാം. എന്നിരുന്നാലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള കെമിക്കലോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴാണെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും ഒരുപാട് സന്തോഷിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.